അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങണ്ട എന്നുള്ള ഒരു നിർണായക തീരുമാനം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. ഇനി റഷ്യയോട് ചേർന്ന് നിന്നാൽ മതി എന്നുള്ള ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് അമേരിക്ക നമുക്കെതിരെ വലിയ താരിഫ് ചുമത്തിയത്. അപ്പോഴും അമേരിക്കയെ ഞങ്ങൾക്ക് ഭയമില്ല, ഭീഷണികൾക്ക് പുല്ലുവില എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ വീണ്ടും റഷ്യയെ ഒപ്പം നിർത്തുന്നത്. ഇത് ഏത് തരത്തിലായിരിക്കും നമുക്ക് പ്രയോജനകരമാകുന്നത്? നിലവിൽ അമേരിക്ക ഇന്ത്യക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് അവരുടെ F-35 യുദ്ധവിമാനങ്ങളാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പിണങ്ങി നിൽക്കുകയാണല്ലോ. ട്രംപിനെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണമെങ്കിൽ ഇന്ത്യക്ക് അവരുടെ F-35 യുദ്ധവിമാനങ്ങൾ കുറേ എണ്ണം വാങ്ങിക്കൂട്ടി അമേരിക്ക അല്ലെങ്കിൽ ട്രംപിനെ ഒന്ന് സന്തോഷിപ്പിക്കാം. ഇത്തരത്തിൽ അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിമാനങ്ങൾ വാങ്ങിയ രാജ്യങ്ങളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ദക്ഷിണ കൊറിയ അവർ ഇതേപോലെ താരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അവിടെ നിന്ന് കുറേ കൂടി ബോയിങ് വിമാനങ്ങളൊക്കെ വാങ്ങി അവരുടെ അമേരിക്കയിൽ നിന്നുള്ള നമ്മുടെ മാംസ ഇറക്കുമതിക്കൊക്കെ ഉദാരമായ നികുതി ഘടന പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിച്ചാണ് ദക്ഷിണ കൊറിയ തടിതപ്പിയത്. സമാനമായി ഇന്ത്യക്കും ഒരു ഓഫർ വച്ചിരുന്നു, ഞങ്ങളുടെ F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങും. നേരത്തെ അവരുടെ ഒരു പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനായിട്ടായിരുന്നു സമ്മർദ്ദം. പക്ഷേ അത് കളഞ്ഞിട്ടാണ് നമ്മൾ റഷ്യയിൽ പോയി S-400 വാങ്ങിയത്. അതിന് നല്ല വിഷമമുണ്ട് അമേരിക്കയ്ക്ക്. ഇപ്പോൾ ഈ F-35 വെച്ച് നീട്ടുന്നു. അതിന് ഈ വ്യാപാര യുദ്ധം വെച്ചുള്ള വിലപേശലാണ് കവി ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്ത്യ ഇപ്പോൾ പറയുകയാണ് F-35 ഞങ്ങൾക്ക് വേണ്ട. അതിന് ഈ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള കലിപ്പ് മാത്രമല്ല ഇന്ത്യയുടെ പ്രശ്നം, സുരക്ഷാ ഭീഷണി തന്നെയാണ്. കാര്യം F-35 എപ്പോഴാണ് പണി തരുന്നതെന്ന് നമുക്കറിയില്ല. ഈ തിരുവനന്തപുരത്ത് വന്ന F-35 4 ആഴ്ചയാണ് അവിടെ അനങ്ങാപ്പാറ പോലെ കിടന്നത്. അപ്പോൾ അത്തരത്തിൽ കോടികൾ മുടക്കി വാങ്ങിക്കുന്നൊരു യുദ്ധവിമാനം അത് നടത്തിക്കൊണ്ട് പോവുക ഈ നിരന്തരമായി മതം പൊട്ടുന്ന ആനകളെ പരിപാലിക്കുന്നത് പോലുള്ള പ്രശ്നമാണ്. അതിനെക്കൊണ്ട് മര്യാദക്ക് പണിയെടുപ്പിക്കാനും പറ്റില്ല, ഒരു ഉത്സവപ്പറമ്പിൽ കൊണ്ട് കെട്ടാനും പറ്റില്ല. അത് എപ്പോഴും ആളുകളെ കൊല്ലും അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അമ്മാതിരിയായിരിക്കും F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങിയാലെന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ F-35 വാങ്ങുന്നില്ല. അതുമാത്രമല്ല, ഇത് വാങ്ങിയാൽ തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ഈ വിമാനത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണി വേണമെങ്കിലോ അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളിൽ എന്തെങ്കിലും പരിഷ്കരണം വരുത്തണമെങ്കിലോ നമ്മുടെ ഇന്ത്യയുടേതായ തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങൾ അതുമായിട്ട് കൂട്ടി ഇണക്കണമെങ്കിലോ അതിൽ ചെറിയ ഭേദഗതികൾ, ആ വിമാനത്തിൽ ചില ഓൾട്ടറേഷൻസൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സോഴ്സ് കോഡ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം അത് വളരെ നിർണായകമായ സംഗതിയാണ്. F-35 ഇന്ത്യക്ക് തരുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ ഒരു കാരണവശാലും അവരുടെ ഈ സോഴ്സ് കോഡ് ഇന്ത്യക്ക് തരില്ല. അപ്പോൾ ഇന്ത്യ അത്തരത്തിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയാലോ എന്ന് ഭയന്നിട്ടാണ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവരതിനെ വലിയ ഒരു നിഗൂഢ സാധനമാക്കി ചിത്രീകരിച്ച് ആരെയും അങ്ങോട്ട് അടുപ്പിക്കാതിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ F-35 ഇപ്പോൾ തൽക്കാലം വാങ്ങേണ്ട. അപ്പോഴാണ് നമ്മുടെ റഷ്യ വരുന്നത്. നമ്മുടെ സുഖോയ് 30 എന്ന് പറയുന്ന വിമാനങ്ങൾ നിലവിൽ ഇന്ത്യക്കുണ്ട്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ വളരെ ശക്തമായ പ്രകടനം, വളരെ മികച്ച പ്രകടനം നടത്തിയ വിമാനങ്ങളാണ് സുഖോയ് 30. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രഹ്മോസ് മിസൈലുകളൊക്കെ തൊടുത്തു വിട്ടത് ഈ സുഖോയ് 30യിൽ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ സുഖോയ് 30 അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് റഷ്യയാണ് അതിൻ്റെ ഉറവിടമെങ്കിലും അത് ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലാണ് സുഖോയ് 30 വിമാനങ്ങൾ അതിൻ്റെ നാസിക്കിലെ ഫാക്ടറിയിലാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ റഷ്യ ഇപ്പോൾ നമുക്ക് ഓഫർ ചെയ്യുന്നത് അവരുടെ 5ാം തലമുറയിൽപ്പെട്ട സുഖോയ് 57, അതിൻ്റെ മറ്റ് രാജ്യത്തേക്ക് അത് കയറ്റുമതി ചെയ്യുമ്പോൾ സുഖോയ് 57E എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇങ്ങോട്ടേക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് 114 5ാം തലമുറ വിമാനങ്ങളെങ്കിലും കുറഞ്ഞത് വേണം. നിലവിൽ ഇന്ത്യ തദ്ദേശീയമായി തന്നെ 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടാനായിട്ടൊരു 10 വർഷത്തെ കാലതാമസമുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് മറ്റ് ഒരു രാജ്യത്ത് നിന്ന് അത് വാങ്ങുകയേ നിവൃത്തിയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ സുഖോയ് 57ൻ്റെ ഓഫർ റഷ്യ മുന്നോട്ട് വെക്കുന്നത്. റഷ്യ വളരെ ഉദാരമായ വിലയ്ക്കാണ് അത് നമുക്ക് തരാൻ തയ്യാറാകുന്നത് എന്നുള്ളതും വലിയൊരു ഘടകമാണ്. കാര്യം ഈ F-35 അമേരിക്കയിൽ നിന്ന് വാങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞ 700 കോടിക്ക് മുകളിൽ അത് ചിലവ് വരും. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് സുഖോയ് 57 നമുക്ക് നൽകാമെന്ന് റഷ്യ സമ്മതിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, അതായത് സാങ്കേതിക വിദ്യ കൈമാറ്റം റഷ്യ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സുഖോയ് 30 ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നതെങ്കിൽ സുഖോയ് 57ഉം ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്ത് കൂട്ടി ഇണക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം നമ്മുടെ പ്രതിരോധ ബജറ്റിൻ്റെ സിംഹഭാഗവും കവർന്നുകൊണ്ട് പോകുന്നത് ഈ ആയുധങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോഴാണ്. അവർ പറയുന്ന വിലയ്ക്ക് നമ്മൾ അത്തരം സാധനങ്ങൾ വാങ്ങേണ്ടി വരും.
അപ്പോൾ ഈ ആയുധങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ചിലവ്, നിർമ്മാണ ചെലവ് അല്ലെങ്കിൽ അതിൻ്റെ വാങ്ങൽ ചെലവ് എന്ന് പറയുന്നത് ഗണ്യമായി കുറയും. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നമ്മൾ തദ്ദേശീയമായി തന്നെ ഈ വിമാനം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചെടുത്താലുള്ള ഗുണം. അപ്പോൾ അത്തരത്തിൽ റഷ്യ അത്തരത്തിലൊരു ഓഫർ വെക്കുമ്പോൾ ഇന്ത്യ അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അമേരിക്കയ്ക്ക് ശക്തമായ ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ്, സാമ്പത്തിക ലാഭം മാത്രമല്ല, അമേരിക്കയെ തള്ളുന്നു എന്നുള്ള ശക്തമായൊരു സന്ദേശം കൊടുക്കുക കൂടിയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ കിട്ടിയേ പറ്റൂ. കാരണം ഇനിയുള്ള കാലത്തെ യുദ്ധങ്ങളെന്ന് പറയുന്നത് ആകാശമാർഗമുള്ള യുദ്ധങ്ങളാണ്. അതിൽ നിർണായക പങ്ക് വ്യോമസേനയ്ക്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ നമ്മുടെ ചൈന, അവരുടെ കയ്യിൽ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുണ്ട്. അവർ ഉപയോഗിച്ച് പഴകിയ J-35A എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ അവർ പാകിസ്ഥാന് കൈമാറാം എന്നും സമ്മതിച്ചിട്ടുണ്ട്. അവരിപ്പോൾ 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് പോവുകയാണ് ചൈന. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ശക്തമായ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അതുമാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾ അത് കാലപ്പഴക്കം നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങൾ കാലപ്പഴക്കമേറിയ വിമാനങ്ങളെല്ലാം റിട്ടയർ ചെയ്യേണ്ട ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. നിലവിൽ തന്നെ നമ്മുടെ വിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഈ തേജസ് യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിച്ച് ആ കുറവ് പരിഹരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരുന്നതെങ്കിലും തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം കുറച്ച് ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിൻ്റെ കാരണവും അമേരിക്ക തന്നെയാണ്. അമേരിക്ക കൃത്യസമയത്ത് അതിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ വിമാന എഞ്ചിനുകൾ നമുക്ക് നൽകാത്തതാണ് ആ കാരണമുണ്ടായത്. അപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾ കൃത്യമായ സമയത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ നിലവിൽ തന്നെ നമ്മുടെ വ്യോമസേനയിൽ വിമാനങ്ങളുടെ എണ്ണം കുറച്ച് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങൾ അവർ വ്യോമ മേഖലയിൽ വ്യോമസേനയിൽ വലിയൊരു മുന്നേറ്റത്തിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യ നിലവിലെ ആയുധങ്ങളുടെ പ്രഹരശേഷിയിൽ മാത്രം വിശ്വാസം അർപ്പിച്ചിരുന്നാൽ അത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ തദ്ദേശീയമായി നിർമ്മിക്കാൻ തന്നെയാണ് പദ്ധതി ഇടുന്നത്. AMCA എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ. പക്ഷേ ആ സംഗതി യാഥാർത്ഥ്യമാകണമെങ്കിൽ 2035 വരെ കാത്തിരിക്കേണ്ടി വരും. അത് വലിയൊരു കാലതാമസമാണ്. അതുവരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് സുരക്ഷയെ സംബന്ധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ മുതിരില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വാങ്ങുന്നത്. അതുമാത്രമല്ല, 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷാ ഭീഷണി അത് കണ്ടില്ലെന്ന് നടിക്കാനുമാവില്ല. പാകിസ്ഥാൻ വലിയ രീതിയിൽ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഈ വരുന്ന ഡിസംബറോടുകൂടി അവരുടെ കയ്യിൽ അത് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ 5ാം തലമുറയിൽ വിമാനങ്ങൾ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു എന്നുള്ളതും തന്നെ അതും ഇപ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ആ സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കിയോ? ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങളുടെ കാര്യം പരിഗണിക്കുമ്പോൾ അത് എത്രത്തോളം അത് വിജയമായി എന്നുള്ളൊരു സംശയം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കുക ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം സാധ്യമാണ്? അതൊരു വെല്ലുവിളി നിറഞ്ഞൊരു ദൗത്യം തന്നെയാണ്. പക്ഷേ ആ ദൗത്യം പൂർത്തിയാകുന്നത് വരെ നമ്മൾ രാജ്യത്തിൻ്റെ സുരക്ഷയെ, അതിൻ്റെ ആശങ്കയെ നമ്മൾ അത്ര തൃണവൽഗണിക്കുക, അത്ര അവഗണിക്കുക സാധ്യമല്ല. അപ്പോൾ നമ്മുടെ റഷ്യ ഇങ്ങനൊരു ഓഫർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. അതുകൊണ്ട് 2 ഗുണം: ഇന്ത്യക്ക് കുറഞ്ഞ ചെലവിൽ വിശ്വസനീയമായ ഒരു ആയുധം കിട്ടുന്നു, അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ ഒരു താക്കീത് കൊടുക്കാനും സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.